ടൈം ജോബ് ചെയ്ത് കിട്ടുന്ന സാലറി സേവ് ചെയ്യാൻ പറ്റുമോ ചിലവെല്ലാം കഴിഞ്ഞിട്ട്? ടോപ്പ് 5 cities ഫോർ സ്റ്റുഡൻസ് ഓൺ ദ ആസ്പെക്ട് ഓഫ് പാർട്ട് ടൈം സേവിങ്സ് ജോബ് ഓപ്പർച്യൂണിറ്റി. സ്ഥലത്ത് ജോലി കിട്ടി കഴിഞ്ഞാൽ 1 വർഷം 2 വർഷം കിട്ടുമെന്ന് വിചാരിക്കും, പക്ഷേ ഇല്ല. നിങ്ങളിപ്പോൾ വേറെ ഏജൻസീസ് അപ്പോൾ അതിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാമെന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് നമ്മുടെ വിസയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ലീഗിൽ നമുക്കിവിടെ സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് കൂടുതൽ വർക്ക് ചെയ്യരുത്. എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, നിങ്ങൾക്ക് ഇവിടെ ജർമ്മൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലൊരു Q&A ഇട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ജർമ്മനിയിൽ പാർട്ട് ടൈമിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അതായത് നാട്ടിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ചില വേറെ എക്സ്പെക്റ്റേഷൻ, ചിലപ്പോൾ ഏജൻസി പറയുന്നത് നിങ്ങൾ തള്ളിമറിച്ച രീതിക്കൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ശരിക്കുള്ള റിയാലിറ്റി എന്താണെന്നാണ് നമ്മളിവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ സോർട്ട് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ സോർട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ നമ്മുടെ കൂടെ മെബിനുണ്ട്. മെബി പറയൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നടന്ന്, ഇപ്പോൾ സമ്മറാണ്, ഇപ്പോൾ നടന്ന് ഞങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നമുക്കിങ്ങനെ നടക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് പാർട്ട് ടൈമിനെ കുറിച്ചിട്ട്. ആദ്യം കോഴ്സ് ഇടുന്നതിന് മുമ്പ് പാർട്ട് ടൈമാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് നമുക്കിന്ന് അറിയാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വായിക്കാം. ആദ്യം ചോദിച്ചിരിക്കുന്നത്, ഈസിയസ്റ്റ് വേ ടു ഫൈൻഡ് എ പാർട്ട് ടൈം ജോബ് നിയർ ടു അവർ ലിവിങ് ലൊക്കേഷൻ ഇൻ ജർമ്മനി. അതായത് നിങ്ങൾ ജർമ്മനിയിലെ ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ജോബ് കണ്ടെത്തുക? അതിപ്പോൾ വളരെ നോർമലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലായിടത്തും പാർട്ട് ടൈം ജോബ്, അതായത് ഒരു യൂണിവേഴ്സിറ്റി ഉള്ള സ്ഥലത്തൊക്കെ പാർട്ട് ടൈം ജോബ്സ് എന്തായാലും ഉണ്ടായിരിക്കാം, ഉണ്ട്. അതിലിപ്പോൾ ഒന്നാമത്തെ കാര്യം മെക്ഡി ഉണ്ടാവും, KFC ഉണ്ടാവും, പിന്നെ ബർഗർ കിങ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എന്തായാലും ആ ചുറ്റുപാട് ഉണ്ടാവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, അല്ലാതെ നേരിട്ട് പോയിട്ടും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ലീഗലി കോൺട്രാക്റ്റ് കാര്യങ്ങൾ കിട്ടും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുഡ് ഡെലിവറിയാണ്. ഫുഡ് ഡെലിവറി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗ്രോസറി ഡെലിവറി ഉണ്ട്, ഫുഡ് ഡെലിവറി ഉണ്ട്. അതിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. ഫ്ലിങ്ക്, ഗൊറില്ല, ലിഫ്രാൻഡോ, വോൾട്ട്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ നാട്ടിലെ പോലത്തെ തന്നെ ഡെലിവറി ജോബ്സ് ഉണ്ട്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാം. ഇതിനെല്ലാത്തിനും ഓൺലൈൻ പോർട്ടൽ ഉണ്ട്, നമുക്ക് അതിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് വരുന്നത് വെയർ ഹൗസ് ജോബാണ്. വെയർ ഹൗസ് ജോബ് നമ്മുടെ ആമസോൺ ഉണ്ട്, ബ്രൂണിഗർ ഉണ്ട്, അങ്ങനത്തെ നമ്മുടെ നാട്ടിലെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര എന്നൊക്കെ പറയുന്ന പോലത്തെ ഇവിടുത്തെ കുറേ അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള വെയർ ഹൗസ് ജോബുകളുണ്ട്. ഞങ്ങൾ കൂടുതൽ അതാണ് ചെയ്തിട്ടുള്ളത്. അത് വിൻ്റർ ടൈമിലൊക്കെ അത് അടിപൊളിയാണ്, നമുക്ക് കിട്ടാനും കുറച്ച് എളുപ്പമാണ് വിൻ്റർ ടൈമിലൊക്കെ. അതെ, ഈ ആമസോൺ ജോബുകളൊക്കെ കിട്ടാൻ ആമസോൺ ഒന്നാമത്തെ കാര്യം, ആമസോണിൽ വേണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഏജൻസീസ് ഉണ്ട് ഇവിടെ. ഏജൻസീസിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. ചിലപ്പോൾ ചില ഏജൻസീസ് വാട്സാപ്പ് ത്രൂ ആയിരിക്കും, ചില ഏജൻസീസ് സൈറ്റും വെബ്സൈറ്റും ആയിരിക്കും. അപ്പോൾ ഈ ഏജൻസികളെ പറ്റിയിട്ട് വേറെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഈസി ആയിട്ട് ജോബ് കിട്ടുന്ന ഒരു മാർഗ്ഗം. അടുത്ത് എല്ലാവർക്കും അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്ത് കിട്ടുന്ന സാലറി സേവ് ചെയ്യാൻ പറ്റുമോ ചിലവെല്ലാം കഴിഞ്ഞിട്ട്? അതെപ്പോഴും നമുക്ക് അത് ഡിപ്പെൻസ് ആയിരിക്കും. സംഭവം ഇത് പറ്റാവുന്നൊരു കാര്യം കൂടിയാണ്, അത് ആദ്യം തന്നെ പറയാണ്. പക്ഷേ ഡിപ്പെൻസ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ജോലി, നിങ്ങൾക്ക് കിട്ടുന്ന വർക്കിംഗ് ഹവർ, സാലറി, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ റൂം റെൻറ്റും ഇൻഷുറൻസ് ഏതാണ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നോർമലി സംഭവം നമുക്ക് ഇതെല്ലാം സേവ് ചെയ്യാനും പറ്റുന്നതാണ്. പബ്ലിക്കിലൊക്കെ പഠിക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ടൈം ജോബുകൾക്കൊക്കെ സുഖമായിട്ട് നമുക്ക് എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഡിപ്പെൻസ് ആണ്. പാർട്ട് ടൈം വർക്ക് വെച്ച് ലിവിങ് എക്സ്പെൻസസ് ആൻഡ് കോഴ്സസ് ഫീ പേ ചെയ്യാൻ പറ്റുമോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്? ഞാൻ പോസിബിൾ അല്ലാന്നേ ആ കേസിൽ പറയുള്ളൂ. ഫീസ്, അതെ, നിങ്ങൾക്ക് ഇവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഫീസും അടയ്ക്കേണ്ടി വരുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ശരിക്കും. നിങ്ങളിപ്പോൾ വേറെ ഏജൻസീസ് അപ്പോൾ അതിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാമെന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിലും ഫീസ് അത്യാവശ്യം നല്ലൊരു എമൗണ്ടും വരും. പക്ഷെ അതിലൊരു വേറൊരു ഓപ്ഷൻ, അത് ഒരിക്കലും എല്ലാവരുടെ കേസിലും അത് അപ്ലൈ ചെയ്യാനും പറ്റില്ല. ഒരു സെമസ്റ്റർ ബ്രേക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 മാസമൊക്കെ വർക്ക് ചെയ്തിട്ട് ആ ഫീസ് അടയ്ക്കാന്നുള്ള സംഭവം കണക്കാം. പക്ഷെ അത് നാട്ടിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പിച്ച് വരാനും പറ്റില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കിട്ടുമെന്ന് നമുക്ക് അറിയില്ല. അതെ, അപ്പോൾ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് പാർട്ട് ടൈം ചെയ്തത് ഇവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതും ഫീസ് അടയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പോസിബിൾ അല്ലാന്നേ പറയുള്ളൂ. ഒരു പാർട്ട് ടൈം ജോബ് കോൺട്രാക്റ്റ് എത്ര മന്ത്സാണ് കിട്ടുന്നത്? ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്.
നമ്മൾ വിചാരിക്കും നമുക്കൊരു സ്ഥലത്ത് ജോലി കിട്ടി കഴിഞ്ഞാൽ 1 വർഷം 2 വർഷം കിട്ടുമെന്ന് വിചാരിക്കും, പക്ഷേ ഇല്ല. 6 മാസമാണ് നമുക്ക് മാക്സിമം ഒരു സ്ഥലത്തുള്ള ജോബ് കോൺട്രാക്ട് കിട്ടുന്നത്. കാരണം നമ്മളെ മെട്രിക്കുലേഷൻ എപ്പോഴും 6 മാസം കൂടുമ്പോൾ നമ്മൾ റിന്യൂ ചെയ്യണം, നമ്മൾ എൻറോൾ ചെയ്യണം. അപ്പോൾ അത് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ജോബ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് കൊടുത്തു കഴിഞ്ഞാൽ മെട്രിക്കുലേഷൻ എല്ലാം 6 മാസം കൊടുക്കും, എല്ലാ സെമസ്റ്ററിലും നമ്മൾ മെട്രിക്കുലേഷൻ കൊടുക്കണം. അപ്പോൾ മാക്സിമം 6 മാസമാണ് നമ്മൾ ജോബ് കോൺട്രാക്റ്റ് വരുന്നത്. സെം ബ്രേക്ക് എടുത്ത് പാർട്ട് ടൈം ചെയ്താൽ വർക്കിംഗ് അവേഴ്സ് നമുക്ക് കൂടില്ലേ, എമൗണ്ട് എക്സീഡ് ആയാൽ ടാക്സ് വരുമെന്ന്. അപ്പോൾ നമുക്ക് സെം ബ്രേക്ക് എടുത്ത് പാർട്ട് ടൈം ചെയ്താലും നമ്മൾ എത്രയാണോ വർക്ക് പാർട്ട് ടൈം ചെയ്യുന്നത്, എത്ര ഹവറാണോ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ വർക്കിംഗ് ഡേയ്സിൽ കൂടും. അതിപ്പോൾ സെം ബ്രേക്ക് ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ലീഗലായിട്ട് എത്ര മണിക്കൂർ, അതായത് എത്രയുടെ ഇതിൻ്റെ റേഷ്യോ 120. 2 കണക്ക് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വയ്ക്കുക. ഒന്ന് 20 ഹവർ പെർ വീക്കും, പിന്നെ ഫുൾ ടൈമറാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 120 ഡേയ്സ്, അതായത് ഒരു കൊല്ലത്തിൽ 120 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ 240 ഹാഫ് ഡേയ്സ്. ഇത് കൃത്യമായിട്ട് നമ്മുടെ വിസയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലീഗിൽ നമുക്കിവിടെ സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് കൂടുതൽ വർക്ക് ചെയ്യരുത്, ചെയ്താൽ ടാക്സ് ക്ലാസ് മാറും. അത് സെമസ്റ്റർ ബ്രേക്ക് കിട്ടിയിട്ടോ ഇല്ലയെന്ന് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എപ്പോഴൊക്കെ വർക്ക് ചെയ്യുന്നോ ലീഗലായിട്ട്, ഇല്ലീഗലായിട്ടുള്ള കാര്യമല്ല പറയുന്നത്, ലീഗലായിട്ട് നിങ്ങൾ എത്ര ഹവർ വർക്ക് ചെയ്യുന്നോ ഇതൊക്കെ നിങ്ങൾ വർക്കിംഗ് അവേഴ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ലോൺ എടുത്ത് വരുവാണെങ്കിൽ ലോൺ റീപേ ചെയ്യാനും എക്സ്പെൻസിനുള്ള ക്യാഷ് കിട്ടുമോ പാർട്ട് ടൈം ചെയ്തുകൊണ്ട്? ഞാൻ ഒരിക്കലും പറയാം പാർട്ട് ടൈം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. പിന്നെ സത്യം പറഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് എ ഡെഫിനിറ്റ് ആൻസർ എനിക്ക് അതിലില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് നമ്മൾ വിചാരിച്ചു ഒരുപാട് എന്താ പറയുക ഏജൻസികളൊക്കെ നമ്മൾ തള്ളി വിടും. നിങ്ങളിവിടെ വന്ന് കിട്ടിയാൽ മതി, ഇവിടെ പാർട്ട് ടൈം ചെയ്ത് നിങ്ങൾക്ക് ഈ ഫീസ് അടയ്ക്കാം, പ്രൈവറ്റിൽ അടയ്ക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് വീഴാതിരിക്കുക. അത് ശരിക്കും അത് ഇമ്പോസിബിളാണ്. അത് ശരിക്കും പോസിബിളാണ്. ഒരു 10% ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ ബ്രേക്കൊക്കെ കിട്ടി കഴിഞ്ഞാൽ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ബെർലിനൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഉണ്ട്, നമുക്ക് മീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതൊരിക്കലും ഒരു ഗ്യാരണ്ടീഡ് ആൻസർ എനിക്കൊരിക്കലും തരാൻ പറ്റില്ല. അടുത്ത്, ക്യാൻ വി സേവ് ദ എമൗണ്ട് ഫ്രം ദ ബ്ലോക്ക്ഡ് ആൻഡ് റിട്ടേൺ ടു ഹോം വിത്ത് 20 ഹവർ പാർട്ട് ടൈം പെർ വീക്ക്? അതായത് നാട്ടിലെ നിങ്ങളെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് നാട്ടിൽ നിന്ന് നമ്മൾ ഇട്ടിട്ട് വരുന്ന ബ്ലോക്ക്ഡ് അക്കൗണ്ട് തിരിച്ചയച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പാർട്ട് ടൈം ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം ഇവിടുത്തെ എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യാവുന്നതാണ്. അത് പോസിബിളാണ്. To get a part-time job in Germany, is there kind of app or site specifically for it? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എല്ലാതും ഓൺലൈനിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ സിസ്റ്റം നമ്മൾ റെക്കമെൻഡേഷൻ ഒന്നും ഇവിടെ ഇങ്ങനെ വല്ല പോകുന്നൊരു സംഭവമല്ല. എല്ലാതും ഓൺലൈനിലാണ്. എല്ലാതും നമ്മൾ ഡോക്യുമെൻറ്റ്സ് വെരിഫൈഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടുത്തെ ജോലിയെല്ലാം കിട്ടുന്നത്. എല്ലാത്തിനും ഓൺലൈൻ പോർട്ടൽസ് ഉണ്ട്. ഇപ്പോൾ ആമസോണിനാണെന്നുണ്ടെങ്കിലും ഫ്ലിങ്കിനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഓൺലൈൻ പോർട്ടൽസ് ഉണ്ട്. അതിനെല്ലാത്തിനും ലിങ്ക്സും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. അപ്പോൾ നമുക്ക് പാർട്ട് ടൈം മാത്രം കിട്ടുന്ന ജോലികളുടെ ലിങ്കുകളും കാര്യങ്ങളും മാത്രമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ ഓൺലൈൻ പോർട്ടൽസ് വഴി തന്നെയാണ് എല്ലാ സംഭവവും ചെയ്യുന്നത്. ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നിന്ന് മന്ത്ലി കിട്ടുന്ന ഏകദേശം എമൗണ്ട് പാർട്ട് ടൈം ചെയ്താലും കിട്ടുമോ? കിട്ടും. ചില സമയങ്ങളിലൊക്കെ അതിന് കൂടുതൽ നന്നായിട്ട് കിട്ടും. ഒരിക്കലും തീർച്ചയായിട്ടും കിട്ടുന്ന സംഭവമാണ്. അടുത്ത്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് ആൻഡ് ലോൺ റീപേയ്മെൻറ്റ് നടക്കുമോ നെക്സ്റ്റ് പാർട്ട് ടൈം ജോബ് വെച്ചിട്ട്? പറ്റില്ല. വിച്ച് പാർട്ട് ടൈം ജോബ് വുഡ് യു പ്രൊവൈഡ് മോർ മണി? അത് ഞാൻ എൻ്റെ ഒരു സജഷൻ പറയാണ്. നിങ്ങൾ വന്ന വഴിക്ക് നിങ്ങളൊരു സമ്മറിൽ വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടിക്കയറി ഒരുപാട് ജോലി ചെയ്ത് നിങ്ങൾ വർക്കിംഗ് അവേഴ്സ് വെറുതെ തീർക്കരുത്. നിങ്ങൾ വിൻ്ററിലേക്ക് മാറ്റി വയ്ക്കുക. കാരണം വിൻ്ററിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതിപ്പോൾ ഡെലിവറി ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും. പക്ഷെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ആമസോണാണ്. വിൻ്ററിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും അടിപൊളി എനിക്ക് തോന്നിയത് ആമസോണാണ്. പിന്നെ വർക്ക് സ്റ്റുഡൻ്റൊക്കെ ഉണ്ട്, അത് നമ്മൾ ഇതിൽ പറയുന്നില്ല. പക്ഷേ വിൻ്ററിൽ നല്ലത് ആമസോണാണ്. കാരണം അവിടെ എക്സ്ട്രാ ബോണസ് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല നല്ല തണവായിരിക്കും. പുറത്തൊക്കെ ജോലി ചെയ്യുന്നത് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് നല്ലതൊരു വെയർ ഹൗസിൽ ജോലി ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റും ആമസോണിൽ. അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ആമസോണാണ്. വിൻ്റർ ടൈമിൽ ആമസോണിൽ വർക്ക് ചെയ്യുക. അടുത്തത്, ഇസ് ഇറ്റ് ഈസി ടു ഗെറ്റ് പാർട്ട് ടൈം ജോബ്സ് വിത്തൗട്ട് നോയിങ് ജർമ്മൻ? ഇത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ ജർമ്മൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. അത് നാട്ടിൽ നിന്നും ഒരുപാട് പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ
ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങളൊരു സ്റ്റുഡൻ്റാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാലും ജർമ്മൻ ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പാർട്ട് ടൈമിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. കാരണം ഞങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത് ഇവിടെ അത്യാവശ്യം ജർമ്മനൊന്നും ഇല്ലാണ്ടാണ്. ഞങ്ങൾ ഇപ്പോഴാണ് ജർമ്മൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ലാംഗ്വേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയുടെ ചുറ്റും നിങ്ങൾക്ക് അത്യാവശ്യം ഇതുണ്ടാവും, എന്താ പറയുക, പാർട്ട് ടൈം ജോബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. വിത്തൗട്ട് ജർമ്മൻ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അതിന് എക്സാമ്പിളായിട്ട് ഞാൻ എന്നെ പറയുന്നത്. അടുത്ത് സെം ബ്രേക്ക് എടുത്ത് വർക്ക് ചെയ്താൽ ടാക്സ് ബ്രാക്കറ്റ് മാറുമോ? സെം ബ്രേക്ക് എടുത്താൽ ഫ്യൂച്ചറിൽ പ്രോബ്ലം ഉണ്ടാകുമോ? ഫ്യൂച്ചറിൽ പ്രോബ്ലം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഠിത്തം വീണ്ടും എക്സ്റ്റെൻഡാണ് ആവുന്നത്. ഇപ്പോൾ നമ്മൾ 2 കൊല്ലത്തെ കോഴ്സാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് 2.5 കൊല്ലത്തേക്ക് മാറും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതിന് ബുദ്ധിമുട്ടില്ലാത്തവർ നിങ്ങളത് എടുക്കേണ്ട കാര്യമില്ല. സെം ബ്രേക്ക് എടുത്ത് വർക്ക് ചെയ്താൽ, അത് നിങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ എത്ര വർക്ക് ചെയ്താലും മീൻസ് 120 ദിവസത്തിന് താഴെ എത്ര വർക്ക് ചെയ്താലും നിങ്ങൾ ടാക്സ് ക്ലാസ് ഒന്നും മാറാൻ പോകില്ല. പിന്നെ അറ്റ് എ ടൈം ഒരു ഫുൾ ടൈമറും വേറൊരു പാർട്ട് ടൈം നിങ്ങൾ ചെയ്യരുത്. ഒരു ഫുൾ ടൈമറും വേറെ ഫുൾ ടൈമറായിട്ട് ചെയ്യരുത്. ഒരു പാർട്ട് ടൈമും മിനി ജോബും നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഫുൾ ടൈം ചെയ്യുന്ന സമയത്ത് തന്നെ വേറെ ഫുൾ ടൈമായിട്ട് നിങ്ങൾ ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ ടാക്സ് ക്ലാസ്സും നേരെ 6ലേക്ക് പോകും. നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ടാക്സ് കുറവ് നമ്മുടെ സ്റ്റുഡൻസിനാണ്. അത് നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മുതലെടുക്കരുത് മാക്സിമം. അതാണ് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ 100 യൂറോയ്ക്കൊക്കെ പണിയെടുത്താൽ 10 യൂറോയ്ക്ക് ടാക്സ് ഉള്ളൂ. അത് റിട്ടേണബിൾ ടാക്സ് ആണ്. നമുക്ക് എല്ലാ കൊല്ലം അത് റിട്ടേൺ ചെയ്യാനും പറ്റും. അപ്പോൾ സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ നിന്നിട്ട് ലീഗലായിട്ട് വർക്ക് എടുക്കുക. അതിന് കൂടുതൽ വർക്ക് എടുത്ത് നമ്മുടെ നാടിനും ചീത്ത പേരുണ്ടാക്കരുത്. ടോപ്പ് 5 സിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ഓൺ ദ ആസ്പെക്ട് ഓഫ് പാർട്ട് ടൈം സേവിങ്സ് ജോബ് ഓപ്പർച്യൂണിറ്റി. അത് ഞാൻ ഓർഡറിൽ തന്നെ പറയാം. എപ്പോഴും ഫസ്റ്റ് ഞാൻ പറയുന്നത് ബെർലിൻ ആയിരിക്കും. ബെർലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതരം ആൾക്കാരും കൂടുന്ന നമ്മുടെ നാട്ടിലൊരു എറണാകുളം എന്നൊക്കെ പറയുന്ന പോലെ സ്ഥലമാണ് ഇപ്പോൾ ബെർലിൻ. അത്യാവശ്യം കുറച്ച് എക്സ്പെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അത് ജോബ് ഓപ്പർച്യൂണിറ്റീസും എല്ലാതും കൂടുതലുണ്ട്. പിന്നെ ഫസ്റ്റ് എപ്പോഴും പറയുന്നത് ബെർലിനാണ്. പിന്നെ മ്യൂണിക്ക് പറയും, പിന്നെ സ്റ്റുട്ട്ഗാർട്ട് പറയും, പിന്നെ ഫ്രാങ്ക്ഫർട്ടും പിന്നെ ന്യൂറംബർഗും. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു 5 സിറ്റീസ് നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിക്ക് സെറ്റിൽ ആവാനും ജോലി കിട്ടാനും കുറച്ചുകൂടെ എളുപ്പമുള്ള സ്ഥലങ്ങളായിട്ട് തോന്നിയിട്ടുള്ളത്. ഇവിടെ എല്ലായിടത്തും ഈ ആമസോണും ഉണ്ട്, ഫ്ലിങ്കും ഉണ്ട്, ഡെലിവറി ജോബ്സും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇതാണ്. അടുത്ത് വരുന്നത് നമുക്കൊരു പാർട്ട് ടൈം ജോബ് എത്ര ഹവേഴ്സാണ് വീക്ക്ലി ലിമിറ്റ്, ആ പൈസ കൊണ്ട് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതിന് ഞാനൊരു ആൻസർ തരാം. നമ്മളിപ്പോൾ ഒരു മാസത്തെ നമ്മൾ എക്സ്പെൻസ് മാത്രം മീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസത്തെ പാർട്ട് ടൈമും അല്ലെങ്കിൽ ഒരു 5-6 ദിവസത്തെ ഫുൾ ടൈമറായിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസത്തെ കൊടുത്ത് എക്സ്പെൻസ് മീറ്റ് ചെയ്യാം. ഒരു 600 യൂറോയൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്താൽ തന്നെ നിങ്ങളുടെ റെൻറ്റ്, ഫുഡ്, ഇൻഷുറൻസ്, അത്യാവശ്യം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മീറ്റ് ചെയ്ത് പോകാൻ പറ്റും. അത്രയ്ക്ക് ചെയ്താൽ മതി. കാരണം നമുക്കിവിടെ പെർ ഹവർ ഇപ്പോൾ 13 യൂറോ ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു പാർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം 4 മണിക്കൂർ വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഒരു 10 ദിവസം തന്നെ ഇതിന് വർക്ക് ചെയ്താൽ നമുക്ക് അത്യാവശ്യം ഇവിടുത്തെ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യത്തെ നമ്മളൊരു അഡ്വാൻറ്റേജ് ആദ്യത്തെ ഒരു കൊല്ലം നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് വരും. ഹൗസ് ബിൽഡിങ്ങിനല്ല, ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് വരും. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത്, ഹൗസ് ബിൽഡിങ് ചെയ്യുന്നവർക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ? ശരിക്കും ഇത് ലീഗലി പോസിബിൾ ആണ് നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഒന്നാമത്തെ കാര്യം, ഹൗസ് ബിൽഡിങ് ചെയ്യുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്നത് ചിലവരത് അലോ ചെയ്യില്ല. നിങ്ങളുടെ ഹോസ്പിറ്റലോ ഇത് കാര്യം ചിലപ്പോൾ അലോ ചെയ്യില്ല. അതല്ല, നിങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയിട്ട് വരാം. കാരണം അത്രയ്ക്ക് ഈസി ഒന്നല്ല. പക്ഷേ ഒരുപാട് കഷ്ടപ്പാടും ജർമ്മനിയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, നിലവിൽ എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് അത്യാവശ്യം മാന്യമായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് ഇങ്ങനെ പോവാം. അത്യാവശ്യം ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ സോർട്ട് ചെയ്തിട്ട് വന്നിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് ആൻസേഴ്സാണ് പിന്നെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു ഇടയ്ക്കൊരു Q&A ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ഞാനിപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ആക്റ്റീവായിട്ട് തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താലും നമുക്ക് എന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പാർട്ട് ടൈമിൻ്റെ Q&A കഴിഞ്ഞു. പാർട്ട് ടൈമിന് ഓൾറെഡി 2 വീഡിയോ ഞാൻ ചെയ്യുന്ന പാർട്ട് ടൈമും വേറെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതും കൂടിയിട്ട് കാരണം എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നത് പാർട്ട് ടൈമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ട് ടൈമിനെ കുറിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഞാൻ
കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഞങ്ങളിത് സൈനപ്പ് പറയാൻ വേണ്ടിയിട്ട് കൂടെ മെബിനുണ്ട് കൂടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ മെബി ബൈ. ചൂസ് 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 ഗുഡ് ബിസ്മോർഗൻ.